Hello and welcome back to Queen's Nook. ഇന്നുണ്ടല്ലോ ഇന്ന് ആക്ച്വലി ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുടി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ള ഒരു കുഞ്ഞു ട്രിക്ക് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പം പാർലറിൽ പോയി എപ്പോഴും സ്റ്റൈൽ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ പോയി ചെയ്തിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അവർ സ്റ്റൈൽ ചെയ്ത് വിടുന്നത്. പിന്നെ നമുക്ക് അതിങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ആക്ച്വലി ഇങ്ങനെ കേൾസ് ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്, സ്ട്രൈറ്റൻ ചെയ്തിടുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുടി സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹെയർ. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് കിടക്കും. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, കുറേ നാൾ കഴിഞ്ഞത് വളർന്ന് അത് വെട്ടിക്കളഞ്ഞാൽ പിന്നെയും പോയി ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പോൾ അതൊരു രസമില്ലല്ലോ. അത് മാത്രമല്ല എന്നും ഒരേ സ്റ്റൈലാവുകയും ചെയ്യുമല്ലോ നമ്മൾ സ്ഥിരം സ്ട്രൈറ്റൻ ചെയ്തിട്ടിരിക്കുവാണെങ്കിൽ. പക്ഷെ നമ്മുടെ നോർമൽ ഹെയർ ആകുമ്പം നമുക്ക് ഇടയ്ക്ക് സ്ട്രൈറ്റൻ ചെയ്യണമെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്യാം, കേൾ ചെയ്യണമെങ്കിൽ കേൾ ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്ട്രൈറ്റ്നറും കേളിങ് അയണും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു കേളിങ് അയൺ ഒരു സ്ട്രൈറ്റ്നർ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അയൺ കൊണ്ട് എങ്ങനെ മുടി ഒറ്റയ്ക്ക്, മറ്റേ നമുക്ക് വേറെ ആൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പമാണല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ പ്രാക്ടീസ്. അപ്പം കുറച്ച് കുഞ്ഞു ട്രിക്സ് എങ്ങനെയൊക്കെ മുടി ഹോൾഡ് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്ലാറ്റ് അയൺ കാണിച്ചു. അപ്പോൾ ഫ്ലാറ്റ് അയൺസ് പല ടൈപ്പ് ഉണ്ട്. 1 ഇഞ്ച് ഉണ്ട്, 1.5 ഇഞ്ച് ഉണ്ട്, 2 ഇഞ്ച് ഉണ്ട്. ആക്ച്വലി ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് 2 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് അയൺ ആണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം പക്ഷേ ഈ കേൾ ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി 2 ഇഞ്ചിൻ്റെ അയണൊക്കെ വെച്ചിട്ട്. കാരണം അയൺ വെച്ച് തന്നെ കേൾ ചെയ്യും. അതിനെ പറ്റിയല്ല ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് ആക്ച്വലി സ്ട്രൈറ്റനിങ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 ഇഞ്ച് അയൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. കുറച്ച് കൂടുതൽ സ്ഥലം പെട്ടെന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. 1 ഇഞ്ച് ആകുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ നേരെ ഇങ്ങനെ എടുക്കും. പക്ഷേ വെയിറ്റും എല്ലാം കുറവായതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് 1 ഇഞ്ച്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തായാലും കാര്യം നടന്നു കിട്ടും കേട്ടോ. പിന്നെ ഫ്ലാറ്റ് അയൺ നമ്മളൊരു അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡിൻ്റെ മേടിക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതൊക്കെ അത്രയും ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. അപ്പം കൊള്ളാവുന്ന ഒരു ഫ്ലാറ്റ് അയൺ മേടിക്കുക, എന്നിട്ട് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റൈൽ ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് ഒരു ഹെയർ അയൺ. അപ്പോൾ ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ ഹെയർ അയൺ ആണ് കേട്ടോ. സെറാമിക് കോട്ടിംഗ് ഉണ്ട്. അപ്പം സെറാമിക് കോട്ടിംഗ് ഉള്ള ഹെയർ അയൺസ്, അങ്ങനെ കോട്ടിംഗ് ഉള്ള ടൈപ്പ് ആണ് നല്ലത് കേട്ടോ. ഇപ്പം വെറുതെ ലോക്കലായിട്ട് കിട്ടുന്നതിനൊന്നും ചിലതിനൊന്നും കോട്ടിങ്സ് ഒന്നും കാണത്തില്ല. അത് നമ്മുടെ ഹെയറിന് കുറച്ച് ഡാമേജ് വരുത്തും കേട്ടോ. അപ്പോൾ കോട്ടിംഗ് ഉള്ള ടൈപ്പ് ഹെയർ അയൺ മേടിക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ വേണം. ഇത് ടോണി ആൻഡ് ഗൈയുടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. അപ്പം ഇത് ആക്ച്വലി നമ്മുടെ ഹെയറിനെ ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കേണ്ട സാധനമാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് അടിച്ചിട്ട് ഞാൻ ഇതൊരു അയൺ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് കാരണം ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്തിട്ടാണ് അയൺ ചെയ്യാറ്. പിന്നെ വേണ്ടത് ഒരു പാഡിൽ ബ്രഷ്. പാഡിൽ ബ്രഷ് നമുക്ക് ഹെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ പാഡിൽ ബ്രഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും ക്ലിപ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും നമ്മുടെ ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ അത്യാവശ്യമായിട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കുണ്ടല്ലോ ഓരോ മുടിക്കും ഓരോ ഇതായിരിക്കും. ആദ്യം അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം, മുടിയിൽ ഒട്ടും എണ്ണ പാടില്ല, നനവ് പാടില്ല, നന്നായിട്ട് ഉണങ്ങിയ ഹെയർ ആയിരിക്കണം ഈ ഹെയർ അയൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നല്ല ഉണങ്ങിയ മുടിയിൽ. ഇപ്പം തന്നെ ഇവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ചും എന്താ പറയുന്നത്, വേർത്തിട്ട് മുടി കുറച്ച് നനഞ്ഞു തുടങ്ങി. അപ്പോൾ ശരിക്കും നല്ല ഷാംപൂ ആൻഡ് കണ്ടീഷൻഡ് ഹെയർ, ഒട്ടും ഓയിൽ പാടില്ല കേട്ടോ. അങ്ങനത്തെ വേണം. പിന്നെ നമ്മുടെ മുടിയുടെ 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തർക്കും കുറച്ച് കൂടുതൽ ചൂട്, ഇതിനകത്ത് ചൂട് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആദ്യം ചെറിയ സെറ്റിങ്ങിലിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ കൂട്ടി വരാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ഹീറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കരുത്. ഫസ്റ്റ് ടൈമേഴ്സൊക്കെ കുറച്ച് ചെറിയ ഹീറ്റ് ഇട്ടിട്ട് വേണം തുടങ്ങാൻ. പിന്നെ അതുപോലെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ച് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യമൊക്കെ പണ്ടൊക്കെ ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോസ് കാണുമ്പോൾ അവർ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് പ്രാവശ്യമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.
അപ്പം ഞാൻ എൻ്റെ ഹെയർ അയൺ ആദ്യം ഒന്ന് ഹീറ്റാക്കാൻ വെക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ഉടക്കെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ താഴേന്ന് ചീകി മുകളിലോട്ട് ചീകി ഉടക്കെല്ലാം കളയണം. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 390 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ചൂടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും ഒരു ഇതിൽ ചൂടാക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ അടിക്കണം. ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയാം. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഡയറക്റ്റ് അടിക്കാം. അതല്ലെങ്കിലുണ്ടല്ലോ വേറെ കിടിലം എന്ന് വെച്ചാൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ നമ്മുടെ ഹെയറിൽ എല്ലായിടത്തും ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പാഡിൽ ബ്രഷിലോട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രഷ് ചെയ്യുക ഹെയറിൽ കൂടെ. അത് സ്കാൽപ്പിലൊന്നും പറ്റേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇനി എന്താണെന്നറിയാമോ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഹെയർ ഡിവൈഡ് ചെയ്യുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെവിയുടെ ഈ ഭാഗമില്ലേ ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചത് കണ്ടോ, എന്തെങ്കിലും സാധനം വെച്ച് അതൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി കുറേശ്ശെ എടുക്കുക. അപ്പം ഇവിടെ വെച്ച് മാക്സിമം ഹെയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ടാക്കി, പിന്നെ ബാക്കിയുള്ള ഹെയർ ആണേ. അപ്പോൾ അതിനെ ഞാനിങ്ങനെ രണ്ടാക്കിയിട്ട് ഫ്രണ്ടിലോട്ടിട്ട് നോക്കണ്ട, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി എന്നിട്ട് ഇത് ഞാൻ ഒരുവിധം ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്തേക്കാം. ഇനിയാണ് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രൈറ്റൻ ചെയ്യാൻ പോകുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ പാഡിൽ ബ്രഷ് ഹോൾഡ് ചെയ്യാൻ പിടിക്കണം. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ആണ്, എന്തായാലും നമ്മൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏത് കയ്യിലാണോ നമ്മുടെ അയൺ പിടിക്കുന്നത്, അതിപ്പം മറ്റേ കയ്യിൽ നമ്മുടെ പാഡിൽ ബ്രഷ് അത് ഇങ്ങനെ ആയിരിക്കണം പിടിക്കാൻ. ഇങ്ങനെ പിടിക്കാൻ പറ്റണം. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു കുഞ്ഞ് സ്ട്രാൻഡ് ഓഫ് ഹെയർ എടുക്കുക. എന്നിട്ട് ഇതേ പാഡിൽ ബ്രഷിനകത്തോട്ട് ഇങ്ങനെ കയറ്റുക, നമ്മുടെ ഹെയർ അയൺ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ആ ഹെയർ ഇതിനകത്തോട്ട് കയറ്റുക. എന്നിട്ട് കണ്ടോ, പിന്നെ ഇതിങ്ങനെ മുകളിലോട്ട് പോവുക, ഇങ്ങനെ കയറ്റുക, കണ്ടോ, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ ചെയ്ത സ്ട്രാൻഡില്ലേ അതിനെ നമ്മൾ ബാക്കിലോട്ട് ഇടുക. നെക്സ്റ്റ് അടുത്ത സ്ട്രാൻഡ് എടുക്കുക. കണ്ടോ, എനിക്കിപ്പോൾ ഇവിടെ തിക്നെസ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ തിക്നെസ് ഉള്ളവർ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് എടുക്കുക. ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇത് കയറ്റുക. ഈ പുക വരുന്നത് കണ്ട് പേടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഇച്ചിരി ഓയിലോ അല്ലെങ്കിൽ ഹെയർ ഇതോ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത്, വെറ്റ്നെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ കുറച്ച് പുകയൊക്കെ വരും, അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ട്. നമ്മുടെ മുടി കത്തിപ്പോത്തൊന്നുമില്ല. ഓക്കെ, കണ്ട ഈ കുഞ്ഞു സാധനം എൻ്റെ പിന്നെ ഞാൻ ചെയ്യാവേ, ഇതിൻ്റെ മേളത്തെ എൻ്റെ കൂട്ടത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ബാക്കിലോട്ട് ഇടാം. എന്നിട്ട് അതുപോലെ ഈ സൈഡ് ചെയ്യാം. കണ്ട, വെരി ഈസി. നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ആദ്യം പേടിയാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം നമുക്ക് ഇത് ചെയ്താൽ മതി, ചൂടിടാതെ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ചൂടിട്ടിട്ട് ചെയ്യാം. ഹീറ്റ് ഒന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതങ്ങോട്ട് വിടുക. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അത്രയും ഭാഗം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി അടുത്ത ഒരു സെറ്റ് എടുക്കണ്ടേ. അപ്പോൾ എടുക്കുമ്പോൾ അടുത്ത കുറച്ചെടുക്കാം. ദേ ക്രൗൺ പാർട്ട് നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് അതാണ് കുറച്ച് നമുക്ക് സ്റ്റൈല് ചെയ്തിടേണ്ട ഭാഗം അല്ലേ. ബാക്കി എന്നിട്ട് അങ്ങോട്ട് വിടാം.
ഇനി ക്രൗൺ പാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് ഏത് സൈഡിലോട്ടാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് മാത്രമല്ല നമുക്ക് ഈ ക്രൗൺ പാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ. എന്നുവെച്ചാൽ നമുക്ക് വോളിയം കിട്ടണല്ലോ. അപ്പോൾ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ലിഫ്റ്റ് കിട്ടും. കണ്ട, കണ്ട, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഏതെങ്കിലും സൈഡിലോട്ട് എങ്ങാനും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ് ശരിക്കും. പിന്നെ കുറച്ചൊക്കെ ഹീറ്റൊക്കെ നമുക്ക് കയ്യിലൊക്കെ താങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. അല്ലെങ്കിൽ ഇത് പിന്നെ എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോ? ഏറ്റവും അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സ്റ്റൈലായിട്ട് ഇറങ്ങി നടക്കാം. നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇപ്പോൾ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്ത് കുറേ പൈസയൊക്കെ കൊടുത്ത് ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്ത് വരുവാണെന്ന് തോന്നുന്നു. കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ഹെയർ സ്പ്രേ കൊണ്ട് അടിച്ചാൽ ഇങ്ങനെ തന്നെ കുറേ നേരം അത് കിടക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ ഹെയർ സ്ട്രെയിറ്റ്നറിന് കൊണ്ട് എങ്ങനെ കേൾ ചെയ്യാം എന്നുള്ളതും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ.